അപൂർവം ചിലർ എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. ഞാൻ അവിടെ കുറച്ച് കാശ് വെച്ചിരുന്നു, അവിടെ എങ്ങും കാണില്ല. നീ എടുത്താ? ഞാനെങ്ങും എടുത്തില്ല. നിങ്ങൾ അവിടെ ശരിക്കും നോക്കിയോ? മുഴുവനും നോക്കി, അവിടെ എങ്ങും കാണില്ല. ആ എന്നാ അവൻ തന്നെ എടുത്തതാ. നിങ്ങളുടെ മോൻ രാജു അല്ലാണ്ടാരാ? ഇന്ന് രാവിലെ അവൻ എന്നോട് കാശ് വെച്ചപ്പോഴേ എന്റെ കയ്യിൽ ഒരു ചില്ലി പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അവനപ്പോ കളവും തുടങ്ങിയോ? അതും അപ്പന്റെ പോക്കറ്റിൽ നിന്ന്. എങ്ങനെ അവൻ ഗുണം പിടിക്കും? ഒരിക്കലും നേരെയാൻ പോണില്ല. പത്രോസേ, ആദ്യം പത്രോസ് നേരെയാവും, അപ്പൊ ബാക്കി എല്ലാം നേരെയായിക്കോളും. എന്റെ സമനില തെറ്റി തുടങ്ങിട്ടോ. എനിക്ക് സൗകര്യം നേരെയാവാൻ എന്തുവേലും ചെയ്യും. കുറെ നാളായി ഞാൻ സഹിക്കും. നിങ്ങൾ ആരോടായി സംസാരിക്കുന്നേ? കർത്താവിനോട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക? ഇത് നല്ല കൂത്ത്. കർത്താവ് എന്നോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? എന്റെ മാതാവേ, അപ്പൊ എന്റെ സംശയം ശരി തന്നെയാ. ഈയിടെയായി ഉറക്കത്തിൽ കിടന്ന് പെച്ചും പേയും പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളെ ഒരു പിശാച് പിടി കൂടിയിട്ടുണ്ടെന്ന്. എന്നെ ഒരു പിശാച് പിടി കൂടിയിട്ടുണ്ട്, അത് നീയാ. എന്റെ മാതാവേ, ഇങ്ങേരുടെ ചെയ്തല്ലോ. ദേ പോന്ന വഴി പള്ളി കയറി അച്ഛനെ കണ്ട് നെറ്റി പിടിപ്പിച്ചിട്ട് പോയാ മതി കേട്ടോ. ഞാനും കൂടെ വരാം. എങ്ങോട്ടാ? നിന്റെ അപ്പന്റെ കുഴിമാറത്തിരിക്കാ. ഞാൻ ഒന്ന് തന്നാണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ? എന്റെ മാതാവേ. സാറിനോടൊരു കാര്യം ചോദിച്ചാ സാറിന് വിഷമം തോന്നരുത്. ചോദിച്ചോളൂ. കർത്താവ് സാറിനോട് സംസാരിക്കുന്നു എന്നുള്ളത് സത്യമാണോ? ഞാൻ എന്തിനാടാ നുണ പറയണേ? സാറ് ക്രിസ്ത്യാനിയല്ലേ? അതിലെന്താ നിനക്കിപ്പോ ഒരു സംശയം? അല്ല, മലയാള ഭാഷയിൽ തന്നെ അല്ലേ സാറ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്? അതെ സാറേ, കർത്താവായ യേശു ക്രിസ്തു മലയാളി അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണല്ലോ. കർത്താവ് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുക. അതാ സാർ ഞാൻ ചോദിച്ചത്. ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പളം കൂടുതൽ. താങ്ക് യു സാർ. എനിക്ക് സമസ്ത ഭാഷകളും അറിയാം. എല്ലാ ഭാഷയും എന്നിൽ നിന്നുണ്ടാകുന്നു, കാരണം ഞാൻ വചനമാകുന്നു. ആ 20 രൂപ ഇങ്ങ് തന്നെ. എന്തിനാ സാർ? കർത്താവിന് സമസ്ത ഭാഷകളും അറിയാന്ന്. താങ്ക് യു സാർ. മാത്രല്ല, ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പളം ഞാൻ കുറച്ച് തരുള്ളൂ. അയ്യോ, ഇത് കൊച്ചമ്മ പറഞ്ഞ കേസാണെന്നാ തോന്നുന്നത്. എന്ത് കേസണ്ട? ഈ ശമ്പളം വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് പരാതിയൊന്നുമില്ല. എന്താ വേലപ്പാ ജോലിക്ക് നിർത്തി വെച്ചിരിക്കണേ? വല്ല പണി മുടക്കാണോ? ആ രാജൻ സാറ് നാറി ക്രിമികടി വീണ്ടും തുടങ്ങിയോ? ഇന്ന് 2-1 അറിഞ്ഞിട്ട് ബാക്കി കാര്യം. എവിടെയാ അവൻ? ഓഫീസിലുണ്ട്. ഇവനെയൊക്കെ നന്നാക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. ദേരിക്കുന്നു കുറങ്ങൻ. വിളിക്കേ ചേട്ടാ, വിളിക്കാ നീ. സാറേ. എത്തിയോ? താൻ ആരോട് ചോദിച്ചിട്ടാടോ പണിയെടുത്തിയത്? കാര്യം ചോദിക്കുമ്പോ താൻ എന്താടോ ഇളിക്കണേ? ഇളിക്കുന്നതോ? ഇളിക്കുന്നത് മടി കനല്ലാത്തതുകൊണ്ട്. സാറിന് തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് മാറി. അതാണ് ഞാൻ ചിരിക്കുന്നത്. മനസ്സിലായോ? പത്രോസേ, സമ്പാദിച്ച കാശ് മുഴുവൻ മരുന്നിനും ഡോക്ടർക്കും കൊടുത്ത് ഞാൻ മടുത്തു. വീട്ടിലാണെങ്കിൽ പിള്ളേർക്ക് ഒന്നിനൊന്നിനും എപ്പോഴും അസുഖം. എന്തുണ്ടായിട്ടും മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല. ഞാൻ ചെത്തുകളാണ് ഇതിനൊക്കെ കാരണം എന്ന് എനിക്ക് മനസ്സിലായി. മേലിൽ എങ്ങനെയും കാശുണ്ടാക്കാന്നുള്ള പരിപാടി ഞാൻ നിർത്തി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിനും സുഖം, വീട്ടിനും സുഖം. അതുകൊണ്ട് മിസ്റ്റർ പത്രോസ്, എനിക്ക് തന്നെ ഓശാരും വേണ്ട, കാശും വേണ്ട. ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യാം. നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് എന്നെ ഗുണം കിട്ടട്ടെ. താൻ ഒരാള് മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടോ? രാജ പോരാ, താനും കൂടി വിചാരിക്കണം പത്രോച്ചേ. മേലാൽ ഞാൻ ഈ സൈറ്റിലുള്ള കാലത്തോളം ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ജോലിയെ നടത്തിക്കൂ. കൊച്ചു കള്ള. നീ ഈ പറഞ്ഞതൊക്കെ പത്രോസേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തമാശയല്ലേ? അല്ലല്ലോ എന്റെ കൊച്ചു കള്ളം പത്രോസേ. ഐ ആം ഡാം സീരിയസ് അബൌട്ട് ഇറ്റ്. ഇനി ഈ സൈറ്റിൽ ഒരു തരത്തിലുള്ള കള്ളത്തരം നടത്താൻ ഞാൻ അനുവദിക്കില്ല. തീർച്ച. പേടിപ്പിക്കുന്നു മുണ്ടൊക്കെ മടക്കി കൺട്രി ഫെലോസ്. അല്ല, യവനെ പോലെ മറ്റുള്ളവരെ നന്നാൻ തീരുമാനിച്ച നമ്മുടെ കാര്യം തെണ്ടി പോലെ. അതുകൊണ്ടാ മുണ്ട ഞാൻ. സുരേഷ് ചേട്ടൻ അമ്മച്ചി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ചാർജ് എടുക്കാൻ പോവാ. ഈ പട്ടിക്കാട്ടിലെ ആശുപത്രി ജോലി ചെയ്ത ഒരു മാസത്തെ വാർ സോപ്പ് വാങ്ങിക്കാനുള്ള കാശ് കിട്ടുവോടി? അമ്മച്ചിക്ക് പൈസയായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ ഒരു കാര്യം സംസാരിക്കാൻ സാധിക്കില്ലേ? നിനക്ക് ഈയിടെയായിട്ട് നാക്കിന് ഇത്ര നീളം കൂടുന്നുണ്ട് കേട്ടോ. ഒന്നേ ഉള്ളതിൽ ഒലക്കേക്ക് തല്ലണമെന്ന് വല്ലയിടത്ത് ഉച്ചയ്ക്ക് അടിച്ചോളാം ഞാൻ. ഞാൻ എടുക്കാം. ഹലോ, ആരാ? ബെന്നിയോ? അല്ല, ആര്യയുടെ അമ്മച്ചി. ഹലോ ഹലോ, തെച്ചു കളഞ്ഞല്ലോ. ആരെടി ബെന്നി? ആ എനിക്കറിയാൻ പാടില്ല.
ബെന്നിയോ? ഏത് ബെന്നി? ആ, ഒരു നേരം പോക്ക് കേൾക്കണം. കുറെ കാശും കടഞ്ഞു വെച്ചിരുന്ന വാര്യരുടെ കെട്ടിയോളിവിടെ വന്നിരുന്നു. എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞോ? ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെന്ന് നിനക്കറിയോ? എന്തിന്? എന്തിന്? ഞാനൊന്നും പറയണില്ല. എന്നോട് എന്തിനു ആവശ്യമില്ല ചൂടാവുന്നേ? എടി കഴുതേ, ലക്ഷക്കണക്കിന് രൂപ ആ വാര്യരുടെ ദയവിൽ കിടക്കുക. അതൊന്ന് പാസ്സാക്കി എടുക്കാൻ ഞാൻ ഒപ്പിച്ചു വെച്ചൊരു കെണിയല്ലായിരുന്നത്. അത് എന്നോട് പറയാതെ ഞാൻ എങ്ങനെ അറിയും? നീ ഒരു കാര്യം ചെയ്യണം. നാളെ പുലർച്ചയ്ക്ക് അവർ ചോദിച്ച കാശ് കൊണ്ടു കൊടുക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓ ശരി, സമ്മതിച്ചു. അതിന് ഈ ഒച്ചയും ബഹളം വെക്കുന്ന എന്തിനാ? പത്രോസേ. എന്തോ? ആ പറഞ്ഞാട്ടെ. നീ എന്നിൽ നിന്നും ഏറെ അകന്നിരിക്കുന്നു. ഇനി അനുഭവമേ നിനക്ക് പാഠമാകൂ. എന്നോട് ഒന്നും തോന്നല്ലേ സരോജം? ഇന്നലെ പൈസ ഇല്ലെന്ന് പറഞ്ഞതിന് മോന്റെ അപ്പച്ചൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഇങ്ങോട്ട് ഞാൻ എടുത്തു തരാം. നേരം വെളുത്താൽ ഉടനെ ഇതിവിടെ കൊണ്ട് തന്നേക്കണമെന്നായിരുന്നു ഓർഡർ. അതുകൊണ്ടാ എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ ഇതും കൊണ്ട് ഇപ്പൊ വന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനാ പോരെ. എന്റെ കന്യാമാതാവേ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെയും കരുണയുള്ള ഒരു മനുഷ്യൻ. അതും പോരാഞ്ഞിട്ടോ ഇവിടെ വന്ന് ക്ഷമയും പറയണമെന്ന്. എന്താ പോരെ? ഓ, ഇതിലൊക്കെ എന്താ ഇത്ര ക്ഷമ പറയാനിരിക്കുന്നേ? അല്ല, വാര്യർ സാറില്ലേ ഇവിടെ? കുളിക്കുവാ. ആ, കാപ്പി ഇടാൻ ഒരുപാട് താമസിക്കുമായിരിക്കും. ഞാനും കാപ്പി കുടിച്ചില്ല. എന്നാ പോട്ടെ. ആ, ഇതിന് കടലാസൊന്നും ഒപ്പിടണ്ടായോ? എന്തുവാ കടലാസ് ഒപ്പിടണോന്നോ? ഒരു ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്റെ സരോജം, നമ്മൾ തമ്മിൽ ഈ അയൽവക്കത്തിരുന്ന് വിശ്വാസവഞ്ചന കാണിക്കുവോ? ഒരു സാധനം വാങ്ങിച്ചു പോരെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുവാ. ഞാൻ പോവാ. പത്രോസേ. എന്തോ? നീ ഇനി പാരയല്ല. പാറ പോലെ ഉറച്ച സ്നേഹത്തിന്റെ വില നീ ഇന്നു മുതൽ മനസ്സിലാക്കി തുടങ്ങും. എന്റെ കർത്താവേ, ഇവളെയും കൂടി ഒന്ന് നേരെയാക്കി തരണേ. ഇതെന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. മോളെ കുരിശ് വരച്ച്. കുരിശ് വരച്ചോ? അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. ചേട്ടാ, ഒരു വാതിൽ തുറന്നാൽ വേറൊരു വാതിൽ തുറക്കും. എന്റെ അമ്മേ. ഇങ്ങോട്ട് വന്നേ. നിനക്ക് വലുതും പറ്റിയ? ഒന്നും പറ്റിയില്ല. ആ രാജൻ എനിക്ക് നേരെ വാതിൽ കൊട്ടിയടച്ചപ്പോ ആ വാര്യർ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ എനിക്ക് വാതിൽ തുറന്നു. ഇനിയും വാതിൽ തുറക്കുവാ? ആ, ചിലപ്പോ ഇനിയും തുറക്കും. ചേട്ടൻ നാളെ കണ്ടോ എന്റെ ബില്ലൊക്കെ പറന്ന് പാസ്സാവണത്. പത്രോസ് എന്ത് സൂത്രപ്പണിയാ ഒപ്പിച്ചത്? സാറ് പറഞ്ഞത് ശരിയാ. ചിലപ്പോ തോന്നും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വല്ല സന്യാസിനും പോയാലോ ഒന്ന്. ബന്ധനസ്ഥനായ മനുഷ്യനായി പോയില്ലേ. മനുഷ്യാഹ ബന്ധനസ്ഥിത എന്നല്ലേ. പത്രോസിന് സംസ്കൃതം അറിയാമല്ലേ? കുറേശ്ശെ. അത് പോട്ടെ. ഇന്നെന്താ പതിവില്ലാതെ പത്രോസ് എന്നെ കാണാൻ വന്നത്? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ ഒരു 8 കാലി കുഞ്ഞ് പാവം പോയത്. സർക്കാർ ഓഫീസല്ലേ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. 3-4 സെന്റ് ഭൂമിയില് സുന്ദരമായ ഒരു വീട്. അതിന്റെ പാലുകാച്ചി നടക്കുന്നു. ഞാനും മേരിക്കുട്ടിയും മക്കളൊക്കെ ഉണ്ട് പുതിയ വീട്ടില്. വീടിന്റെ ഉടമസ്ഥൻ വാര്യർ സാറും ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് വിരുന്നുകാരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നു. കാപ്പിയും പലഹാരം കൊടുക്കുന്നു. ആകെ ഒരു സുഖകരമായ അന്തരീക്ഷം. എന്നിട്ട് നല്ല അയൽക്കാരന്റെ സ്വപ്നം സത്യമാകുമെന്ന ഞങ്ങളുടെ പ്രമാണം. ഇന്ന് ഞാനൊരു വീട് നേരിട്ട് കണ്ടു. സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ നല്ല സുന്ദരമായ ഒരു വീട്. തമ്പുരാൻ കർത്താവാണ് സത്യം. പച്ചക്കള്ളം. ഇത് വലിയ ശല്യായില്ല. മര്യാദയ്ക്ക് ഒരു കള്ളം പറയാൻ പോലും സമ്മതിക്കില്ല അല്ലേ? പത്രോസ് ആരോടാ സംസാരിക്കുന്നത്? ഒന്നുമില്ല. എന്നിട്ട് വീട് കണ്ടിട്ട് പറയാം. അതുപോലൊരു വീട് സാറിന് ഉണ്ടായാലോ എന്ന് ഞാൻ ആശിച്ചു പോയി. സാർ എന്തിനാ ഓഫീസിൽ നിന്നും ഇത്രയും ദൂരം ഗ്രാമത്തിൽ പോയി താമസിക്കുന്നത്? അതും വാടക വീട്ടിൽ. നാട്ടിൻപുറത്താവുമ്പോ വാടകയും വീട്ടു ചെലവും വളരെ കുറയും. പിന്നെ സമയത്തിന് ഓഫീസിലെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് സാരമില്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന് സാറിന് ആഗ്രഹമില്ലേ? സ്വന്തമായിട്ട് വീട് വേണമെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി അടിക്കണം പത്രോസേ. എന്നാ ലോട്ടറി അടിച്ചു എന്ന് എന്നെ വെച്ചോ. ഞാൻ എത്ര പേരെ കൈ അടച്ച് സഹായിക്കണമെന്ന്. സാറിന് മാത്രം എന്തുകൊണ്ട് സഹായിച്ചൂടാന്ന് എന്റെ ഭാര്യ മേരിക്കുട്ടി ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചതാ. സത്യമായി സാറിന് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വർഷം കൂടി കഴിഞ്ഞാൽ സാറിന്റെ മകൻ ഡോക്ടറാവും. അപ്പൊ വലിയൊരു ചെലവ് കുറയുമല്ലോ. സാറ് കുറേശ്ശെ തിരിച്ചു തന്നാൽ മതി. ഇവിടെ ടൗണിൽ തന്നെ ഒരു ചെറിയ വീട് ഞാൻ വിലയ്ക്ക് ഏർപ്പാടാക്കി തരാം. സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട.
ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ പഞ്ചായത്തിൽ ഒരേ റോഡിൽ താമസിക്കുന്ന നല്ല അയൽക്കാരല്ലേ? പിന്നെ അതിലെന്താ ഇത്ര സംശയം? പത്രോസിന്റെ തെക്ക് വശത്തെ അയൽക്കാരനല്ലേ ഞാൻ. വടക്ക് വശത്തൊരു അയൽക്കാരനുണ്ടല്ലോ, പാവൻ ജോസഫ്. അയാളും വാടക വീട്ടിലാണ് താമസം. ആദ്യം പത്രോസ് അയാളെ സഹായിക്കും. ഏതായാലും പത്രോസിന്റെ നല്ല മനസ്സിന് നന്ദി. ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളൊക്കെ മതി എനിക്ക്. വീടിന് യോഗമുണ്ടെങ്കിൽ നേരായ വഴിക്ക് അത് ഈശ്വരൻ തന്നോളും. സാറിന് തെറ്റിദ്ധരി എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല. പത്രോസ് ഭയപ്പെടണ്ട. അന്യായമായി ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല. ന്യായമല്ലാത്തതിന് ഞാൻ വഴങ്ങുകയുമില്ല. പത്രോസ് പൊയ്ക്കോ. നല്ല അയൽവാസി ഒരു ദരിദ്രവാസി തന്നെയാ.